മാർച്ച് 27-ലെ മൂന്നാർ ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ പരിസ്ഥിതിയെയും ജൈവവൈവിധ്യത്തെയും തകർക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ സർക്കാർ സർവകക്ഷി യോഗത്തിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ പി.ടി. തോമസ് ആരോപിച്ചു. പരിസ്ഥിതി പ്രവർത്തകരുടെ യോഗത്തിലോ പത്രപ്രവർത്തകരുടെ യോഗത്തിലോ മതാധ്യക്ഷന്മാരുടെ യോഗത്തിലോ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറച്ചുവെച്ചു? ജനപ്രതിനിധികളുടെ ആവശ്യം പരിഗണിച്ച് ചില കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ മാത്രമേ സർക്കാർ നിർദ്ദേശിച്ചുള്ളൂ എന്നായിരുന്നു റവന്യൂ മന്ത്രി ഇ. ചന്ദ്രശേഖരന്റെ മറുപടി. പുനഃപരിശോധന ആവശ്യമുണ്ടോ എന്ന് നോക്കാമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉത്തരവ് മാറ്റിയെന്നാണോ സാർ? ഈ സർക്കാർ വന്ന ശേഷം കാര്യമായ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒഴിപ്പിക്കൽ ശക്തമായി തുടരുമെന്നും അറിയിച്ചു. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ വലിയ തോതിൽ തയ്യാറെടുത്തു വരികയാണ്. ഇനി കയ്യേറാൻ തോന്നാത്ത വിധത്തിലുള്ള നടപടി തന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും. മൂന്നാറിലെ പ്രധാന കയ്യേറ്റക്കാർ ലംബോദരൻ, ആൽബിൻ തുടങ്ങിയ CPI നേതാക്കളാണെന്നും അത് ഒഴിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. ആൽബിൻ ആരാണ്? ലംബോദരൻ ആരാണ്? ആരാണ് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ? അവരുടെ ഭൂമി ഒഴിപ്പിക്കാൻ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ സർക്കാർ ഒളിച്ചുകളി നടത്തിയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്ന് ആർ. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്.